ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് തമിഴ് എന്ന മനോഹരമായ ഭാഷയെക്കുറിച്ചാണ്, തേൻമൊഴിയെക്കുറിച്ചാണ്. നമ്മൾ തമിഴ് ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചോ അതിൻ്റെ പഴക്കത്തെക്കുറിച്ചോ ഒന്നുമല്ല സംസാരിക്കാൻ പോകുന്നത്. തമിഴെന്ന അതിമനോഹരമായ ഭാഷ, അതിൻ്റെ ലാളിത്യത്തെ പറ്റിയിട്ടും അതിൻ്റെ സൗന്ദര്യത്തെ പറ്റിയിട്ടും അത് നമ്മളെ അനുഭവിപ്പിക്കുന്ന അവാച്യമായ അനുഭൂതികളെ പറ്റിയിട്ടും ഒക്കെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിപുരാതനമായൊരു ഭാഷയാണ്. നമ്മുടെ മാതൃഭാഷയായ മലയാളവും കന്നഡയും ഒക്കെ തമിഴിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നതാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം ഇത്ര ലളിതമായ, ഇത്ര മനോഹരമായ ഭാഷയെപ്പറ്റി നമുക്ക് സംസാരിക്കണമെങ്കിൽ, ഒരു തമിഴനല്ലാത്ത ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളെയും അതിലെ മനോഹരമായ ഗാനങ്ങളും ചേർത്തുകൊണ്ടായിരിക്കണമല്ലോ. അതല്ലാതെ നമുക്ക് തമിഴ് ഭാഷയുമായിട്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് എൻ്റെ അഭിപ്രായത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. നമുക്ക് പഴയതും പുതിയതുമായിട്ടുള്ള കുറച്ച് ഗാനങ്ങളിലൂടെ, ഒരുപാടൊന്നും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കില്ല, കുറച്ച് ഗാനങ്ങളിലൂടെ അതിൻ്റെ വരികളിലൂടെ നമുക്ക് തമിഴെന്ന ഭാഷയുടെ സൗന്ദര്യത്തെ പറ്റിയിട്ട് കുറച്ചൊന്ന് സംസാരിക്കാം. ആദ്യമായി എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഗാനം ഇളയരാജ സംഗീത സംവിധാനം ചെയ്ത് ഇളയരാജയും എസ് ജാനകിയും കൂടെ പാടി അതിമനോഹരമാക്കിയ സ്വർഗമേ என்றாലും അത് നമ്മൂര പോലെ വരുമ എന്നുള്ള മനോഹരമായൊരു തമിഴ് മെലഡിയാണ്. അതൊരു തമിഴ് ജനതയുടെ മാത്രം ഗാനമല്ല, പ്രത്യേകിച്ചൊരു പ്രവാസിയായി ജീവിക്കുന്ന, നാടിനെ മിസ് ചെയ്ത് ഒരുപാട് ദൂരെ താമസിക്കുന്ന ആൾക്കാർക്ക് ആ പാട്ട് അവരവരുടെ സ്വന്തം പാട്ടാണ്. നമ്മൾ നാട്ടിൽ കണ്ടുമറന്ന ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയ വാക്കുകളിലൂടെ, വരികളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ആ ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ്. ഇത്ര ലാളിത്യത്തോടു കൂടി, ഇത്ര സൗന്ദര്യത്തോടു കൂടി എങ്ങനെയാണ് അത് അവർക്ക് സാധിക്കുന്നതെന്നുള്ളത് നമുക്ക് അത്ഭുതത്തോടെ മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. മനോഹരമാണ് തമിഴ് പാട്ട്, മനോഹരമാണ്. ഈ ഒരു പാട്ടിലെ ചില വരികൾ തന്നെ നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യത്തെ വരി തന്നെ സ്വർഗമേ என்றாലും അത് നമ്മൂര പോലെ വരുമാന്നാണ്. അതിൽ കൂടുതൽ എന്താ ചോദിക്കാനുള്ളത്? സ്വർഗമാണെങ്കിലും നമ്മുടെ നാടിൻ്റെ അത്രയും വരുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവാത്ത ഏത് മലയാളിയാണുള്ളത് ലോകത്ത്? നമ്മൾ നാട്ടിൽ കണ്ടുമറന്ന പല കാര്യങ്ങളും, നമ്മുടെ നാടൻ ശീലുകളും നമ്മുടെ നാട്ടുകാഴ്ചകളും ഒക്കെ അവരുടെ നാട്ടിലും ഉണ്ട്. അവരും അതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെന്നാണ് നമ്മൾ ഇന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണ്, പക്ഷേ ഇന്നും ആ പാട്ടിന് ഒരുപാട് പ്രസക്തിയുണ്ട്. അടുത്തൊരു വരിയാണ്, ഏരിക്കര കാറ്റും ഏലേലേതോ പാട്ടും ഇங்கே ഏതും കേൾപ്പതില്ലേ. പിന്നെ അടുത്തൊരു വരി, ഓടി വന്ന് കുതിച്ച് മുങ്കി മുങ്കി തുടിച്ച് ആട ഒരു ഓടയില്ലേ. നമ്മളൊക്കെ പണ്ട് പുഴകളിലും കുളങ്ങളിലും ഒക്കെ എത്രയോ സമയം ആടിത്തിമിർത്ത് നീന്തി തുടിച്ച് കയറി വന്നവരാണ്. അപ്പം നമുക്കിതൊക്കെ ഭയങ്കരമായ അനുഭൂതിയാണ് നൽകുന്നത്. അതുമാത്രമല്ല, ഈ ഇളയരാജ പാടിയതായതുകൊണ്ട് ഇളയരാജയുടെ ശബ്ദത്തിന് ഭയങ്കരമായൊരു ഗ്രാമീണതയുണ്ട്. നമ്മളെ വല്ലാതെ പിടിച്ചിരുത്തുന്ന, ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്ന, അല്ലെങ്കിൽ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന എന്തോ ഒരു ശക്തി ഇളയരാജയുടെ ശബ്ദത്തിനുണ്ട്. സംഗീതത്തെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല, ആ ശബ്ദം നമ്മളെ വല്ലാതെ പിടിച്ചിരുത്തിക്കളയും. അതിമനോഹരമായ, എവിടെയോ കേട്ടുമറന്ന, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ കൊതിക്കുന്ന എന്തോ എന്നുള്ള ആ ശബ്ദത്തിലുണ്ടെന്നുള്ള കാര്യം നമുക്ക് തോന്നും. അടുത്ത പാട്ട് ഉദയഗീതം എന്ന് പറഞ്ഞ സിനിമയിൽ SPB പാടിയൊരു പാട്ടാണ്. ഈ പാട്ട് എന്നെ ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്തത് SPB മരിച്ച ശേഷമാണ്. അതിനു മുമ്പ് ഈ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷേ SPB മരിച്ചതിന് ശേഷമാണ് ഈ പാട്ടും ഇതിലെ വരികളും വല്ലാണ്ട് നമ്മളെ അങ്ങോട്ട് ഹോണ്ട് ചെയ്തത്. ഇതാണ് പാട്ട്, സംഗീതമേഘം തേൻ ചിന്തും നേരം ആകായം പൂക്കൾ പൂക്കും കാലം എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായൊരു പാട്ടാണ്. ദേഹം മറந்தாലും ഇസയായി മലർവേ. നമുക്ക് നമ്മുടെ ശരീരം ഇല്ലാതായി കഴിഞ്ഞാലും സംഗീതമായി ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് വന്ന് നിറയുമെന്ന് പറയുന്ന ആ ഒരു വരി തന്നെ പോരാ SPB നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്. അന്ന് SPB പാടി വെച്ചതിൻ്റെ വേദന ഇന്ന് ഈ പാട്ട് കേൾക്കുമ്പം അദ്ദേഹം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നും. അത്രയും മനോഹരമായ വരികളിലൂടെ മനസ്സിലേക്ക് ഇങ്ങനെ കുത്തി നിറയ്ക്കുന്ന ഒരു ഭാഷയാണ് തമിഴെന്ന് പറയുന്നത്. ഇത്ര ലളിതമായിട്ട് എങ്ങനെയാണ് ഇവർ ഈ വാക്കുകൾ അടുക്കി വെച്ച് ഗാനങ്ങൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ എഴുതുന്നത്, ആ ഭാഷയുടെ വൈവിധ്യവും ആ ഭാഷയുടെ ഒരു ലാളിത്യവും നമ്മൾ മനസ്സിലാക്കി തരുന്ന ചില പാട്ടുകളാണ് ഇതൊക്കെ.
ഞാനിങ്ങനത്തെ പെട്ടെന്ന് വളരെ കുറച്ച് എനിക്കിഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ ഞാൻ പറയാം. അടുത്തൊരു പാട്ട് നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ അത് SPB തന്നെ പാടി സംഗീത സംവിധാനം ചെയ്ത് പാടിയ ഒരു പാട്ടാണ്. എന്താ പറയുക, ഞാൻ ഇതിനകത്ത് കൂടുതലും എന്താ പറയുക സംഗീത സംവിധായകരെയോ അല്ലെങ്കിൽ എഴുതിയ ആൾക്കാരെയോ ഒന്നും ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്യാത്തത് നമ്മളിത് ഭാഷയുടെ ഒരു സൗന്ദര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ടാണ്. വണ്ണം കൊണ്ട വെണ്ണിലവേ വാനം വിട്ട് വാരായോ, വെണ്ണിലെ പാതയില്ലേ ഉന്നത്തോടെ ഏണിയില്ലേ. ഈ തുടക്കത്തിൽ തന്നെ നമ്മളെ അവിടെ പിടിച്ചിട്ട് കളയും. അങ്ങനത്തെ ഒരു പാട്ടാണത്. ഇതിൻ്റെ ഓരോ പല്ലവിയും അനുപല്ലവിയും ചരണവും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്താ പറയുക അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ പാട്ടിൻ്റെ സൗന്ദര്യത്തെ മൊത്തത്തിൽ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയത്. ആ ഭാഷയെ നമ്മൾ ഭയങ്കരമായി സ്നേഹിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ മലയാളിയായി എനിക്ക് പാട്ടുകളിലൂടെ മാത്രമല്ല ഒരു ഭാഷയെപ്പറ്റി അറിയാനും അതിനെ സ്നേഹിക്കാനും പറ്റുള്ളൂ. നിങ്ങളൊക്കെ തീർച്ചയായിട്ടും കേൾക്കേണ്ട ഒരു പാട്ടാണ് വണ്ണം കൊണ്ട വെണ്ണിലവേ വാനം വിട്ട് വാരായോ, വിണ്ണിലെ പാതയില്ലേ ഉന്നത്തോടെ ഏണിയില്ലേ എന്ന് പറഞ്ഞ് SPB തന്നെ പാടി അനശ്വരമാക്കിയൊരു പാട്ട്. കേട്ടു നോക്കണം നിങ്ങൾ. അടുത്തൊരു പാട്ടിനെ പറ്റി പറയാതെ നമുക്ക് തമിഴിനെ പറ്റി സംസാരിക്കാൻ പറ്റില്ല. തമിഴെന്നല്ല ഒരു ലാംഗ്വേജിലും ഒരു ഭാഷയിലും അമ്മയെപ്പറ്റി ഇങ്ങനൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടാവില്ല. മലയാളത്തിൽ ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല ഇത്രയും ഹൃദയസ്പർശിയായ ഇത്രയും ലളിതമായ വരികൾ ഉപയോഗിച്ച് അമ്മയെ വാഴ്ത്തിപ്പാടുന്നൊരു പാട്ട് ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതേത് പാട്ടാണെന്ന്. നമ്മുടെ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ അമ്മായൻ തഴയ്ക്കാതെ ഉയിരില്ലയെ അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയെ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട്, അതിലെ ഓരോ വരികൾക്കും ഓരോ വാക്കുകൾക്കും ഒരുപാട് അർത്ഥമാണ്. ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയും എങ്ങനെയാണ് ശ്രീ വാലി ഇത് എഴുതിയെന്നും ആ പുള്ളിയുടെ മനസ്സിൽ വന്ന സങ്കല്പങ്ങൾ എന്തൊക്കെയാണെന്നും എന്തിനോടൊക്കെയാണ് ഉപമിച്ചിരിക്കുന്നതെന്നൊക്കെ ആലോചിക്കുമ്പം അമ്മ എന്ന് പറയുന്ന ഒരു ബിംബത്തെ ദൈവത്തിനോളം വളർത്തി വലുതാക്കി വെച്ചിട്ടാണ് ആ മനുഷ്യനെ പാട്ട് തന്നിരിക്കുന്നത്. ദാസേട്ടൻ പാടി ഇളയരാജ സംഗീതം ചെയ്തിട്ട് നമ്മളെ എന്നെന്നും ഓർമ്മിക്കാവുന്ന ഒരു പ്രാർത്ഥനാഗാനം പോലെ നമുക്ക് കേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമാ ഗാനമായിട്ടത് മാറി. അത് ആ ഭാഷയുടെ മാത്രം ലാളിത്യമാണ്, ഗുണമാണ്. അല്ലെങ്കിൽ വളരെ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത അർത്ഥതലങ്ങളുള്ള വാക്കുകൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന പാട്ട് തന്നെയാണ്. പക്ഷെ ഇത്രയും ലളിതമായി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തേൻ കോരി ഒഴിക്കുന്നത് പോലെയുള്ള വാക്കുകളിലൂടെ തമിഴെന്ന മനോഹരമായ ഭാഷ നമുക്ക് സമ്മാനിച്ചൊരു പാട്ടാണ് അമ്മായൻ തഴയ്ക്കാതെ ഉയിരില്ലയെ അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയെ. ആ പാട്ടൊന്നും മൂളി നോക്കാൻ പോലുമുള്ള യോഗ്യതയൊന്നും നമുക്കില്ല. അതുകൊണ്ടാണ് അതിൻ്റെ 2 വരി പോലും ഞാൻ മൂളാത്തത്. ഈരൈന്ത് മാതങ്ങൾ, അതായത് ഈരൈന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാസം. ഈരൈന്ത് മാതങ്ങൾ കരുവോടി എനത്താങ്കി നീ പെട്ട പെരുമ്പാട് അറിവേനമ്മ. ഇത് ഈസിയല്ല മനസ്സിലാക്കാൻ, നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കിക്കൂടെ. 10 മാസം എന്നെ ചുമന്ന് നീ അനുഭവിച്ച വിഷമങ്ങൾ എനിക്കറിയുന്നു അമ്മ എന്നാണ് വളരെ സിമ്പിളായിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ആ ഭാഷയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. മലയാളത്തിൽ അത് പറയുമ്പം പോലും ആ അർത്ഥത്തിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എന്നാലും നമുക്കത് മനസ്സിലാക്കാം. ഒരുപക്ഷെ എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ടായിരിക്കും, പക്ഷേ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഓരോ വരിയും ഇങ്ങനെ പളുങ്കുപോലെ എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ മലയാള ഭാഷാ പണ്ഡിതനുമല്ല തമിഴ് പണ്ഡിതനുമല്ല, പക്ഷേ എന്നെപ്പോലത്തെ ഒരു സാധാരണക്കാരനെ ഇത്രയധികം സ്വാധീനിച്ച, ഇത്ര സൗന്ദര്യമുള്ള, ഇത്ര ലാളിത്യമുള്ള ഒരു ഭാഷയെപ്പറ്റി സംസാരിക്കാതിരിക്കാൻ തോന്നാത്തത് കൊണ്ടാണ് ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞത്. ഓരോ വരിയും കേട്ട് അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തമിഴിൻ്റെ അത്രയും സൗന്ദര്യമുള്ള ലാളിത്യമുള്ള ഒരു ഭാഷ വേറെ ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വേറൊരു പാട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർണ എന്ന മൂവിയിലുള്ള മലരേ മൗനമ എന്നുള്ളൊരു പാട്ട് നമുക്ക് എടുക്കാം. എക്കാലത്തെയും മനോഹരമായൊരു തമിഴ് ഹിറ്റാണത്. SPB S ജാനകിയമ്മയും കൂടെ പാടി മനോഹരമാക്കിയ, എല്ലാ കാലഘട്ടത്തിലുള്ള ആൾക്കാരെയും ആസ്വദിപ്പിക്കുന്ന ഒരു അതിമനോഹരമായ റൊമാൻറ്റിക് ഗാനമാണ് മലരേ മൗനമ. എല്ലാവരെക്കൊണ്ടും പ്രണയം തോന്നിപ്പിക്കുന്ന ഒരു മനോഹരമായൊരു പാട്ടാണത്. മനോഹരമായ ഭാഷയാണ്, മനോഹരമായ വരികളാണ്, മനോഹരമായ സംഗീതമാണ്, മനോഹരമായ ആലാപനമാണ് ആ പാട്ട്. ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് പാട്ടുകളെപ്പറ്റി പറഞ്ഞ് നമുക്ക് തമിഴ് ഭാഷയുടെ സൗന്ദര്യത്തെപ്പറ്റി വിവരിക്കാൻ വേണ്ടി പറ്റും. എൻ്റെ ചെറിയ അഭിപ്രായത്തിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ അറിയാത്ത കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ദയവേത് നിങ്ങളൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അങ്ങനെ കോൺവെർസേഷൻസ് നടക്കട്ടെ. അപ്പോൾ എനിക്കും കുറേ അറിവുകൾ കിട്ടും. അതൊക്കെയാണല്ലോ ഈ യൂട്യൂബ് ചാനൽ എന്നുള്ള മാധ്യമം കൊണ്ടുള്ള ഒരു ഉപയോഗം. പാട്ടുകളെപ്പറ്റി നമുക്ക് വീണ്ടും പറയാം. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഇളയനില പൊഴിഹിറതേ എന്നുള്ള പാട്ടാണ്. നിങ്ങൾ വരികൾ ശ്രദ്ധിച്ചോളൂ. ഇളയനില പൊഴിഹിറതേ ഇതയം വരെ നനഹിറതേ
ഉലാപ്പോകും മേഘം കനാ കാണുതേ. ഇതൊരു റൊമാൻസാണ് ആ പാട്ടിൽ. ആ ഭാഷയല്ലേ ഇത്രയും നന്നായിട്ട് ഇത്രയും ലളിതമായിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ റൊമാൻസ് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഈ ഭാഷയോടുള്ള എൻ്റെ സ്നേഹവും എൻ്റെ ബഹുമാനവും എൻ്റെ ആദരവുമാണ് ഈ വീഡിയോ. ഞാൻ അത്രയ്ക്ക് ഒരുപാട് ഈ ഭാഷയെ ഞാൻ സ്നേഹിക്കുന്നു. ഇതിൻ്റെ ലാളിത്യത്തെ, ഇതിൻ്റെ സൗന്ദര്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. മാതൃഭാഷയായ മലയാളത്തോടൊപ്പം തന്നെ ഈ ഭാഷയെ ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഇത് കാണുമായിരിക്കും. കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു ചാപ്റ്ററിൽ കാണാം. ഗുഡ് ബൈ.